ഓം നമഃ ശിവായ. നമ്മളിപ്പോൾ ഉള്ളത് ഗുഡേ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ക്ഷേത്രം ശിവനഗർ കുഡ്ലു ആണ് കാസർഗോഡ് ആണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര കാഴ്ചകളിലേക്ക്. ഇത് നമ്മുടെ ക്ഷേത്ര ഗോപുരമാണ്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള കാഴ്ചകൾ. ഇവിടെ ആൽമരമുണ്ട്. ഈ ഭാഗത്ത് ഇത് നാഗൻ്റെ തറയാണ്. ഇത് ആൽത്തറ. വളരെ പഴക്കമുള്ള ഒരു ആൽമരം ഇവിടെ കാണുന്നുണ്ട്. ആ ഭാഗത്ത് കിച്ചണായിട്ട് വരും. ഒരുപാട് മുമ്പിൽ ഒരുപാട് മരങ്ങളും അതേമാതിരി കാവുകളും ഒക്കെയായി അവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കാസർഗോഡ് ശിവനഗർ കുഡ്ലു ഗുഡേ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ അകത്ത് നല്ല കാഴ്ചകൾ. ക്ഷേത്രത്തിൻ്റെ പുറത്ത് വലത്തെ കോർണറിൽ വലതുഭാഗത്ത് ആയി ശ്രീ പാർവതി ദേവി ക്ഷേത്രം കാണാം. ഇതാണ് ശ്രീ പാർവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ വലഭാഗത്ത് കിഴക്ക് ഭാഗത്തായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അമേശ്വരണം. ക്ഷേത്ര ചുറ്റുമലത്ത് വളരെയേറെ വിസ്താരമേറിയ സ്ഥലമുണ്ട്. നമ്മുടെ പരമ്പരാഗതമായ ഓടുവെച്ച ക്ഷേത്രമാണ്. ക്ഷേത്രമായി തന്നെ പുരാതന രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് വാഴകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വാഴകൾ കാണാം. അതേമാതിരി ഈ വലതുഭാഗത്ത് 2 തറകൾ. ഇത് നമ്മളെ തിളമ്പക്കൊക്കെ വെക്കുന്നതായിരിക്കാം. അവിടെ കാണുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തു നിന്നുള്ള കാഴ്ചകൾ. നമ്മുടെ ചുറ്റുപാടുമായിട്ട് കുറേ തേക്ക് മരങ്ങൾ എല്ലാം നട്ടുപിടിച്ചിട്ടുണ്ട്. നല്ല ഒരു വനം ആയിട്ടുള്ളൊരു ഫീലിങ് നമുക്കിവിടെ കിട്ടും. ആ ഭാഗത്തൊരു വലിയ മാവ് കാണാം. അപ്പുറം ഒരു പുളിമരമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീ മഹാവിഷ്ണു പിന്നെ ചെറിയ ഒരു ക്ഷേത്രമുണ്ട്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭോയകരം സർവലോകൈകനാഥം. ഓം നമോ നാരായണ. ഓം നമഃ ശിവായ. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ഇടതുവശത്ത് ആയി രക്തേശ്വരി അമ്മ കുടികൊള്ളുന്നു. ഇത് രക്തേശ്വരി അമ്മയുടെ സ്ഥാനമാണ്. നമ്മൾ ഇനി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കണം. ഈ ക്ഷേത്രത്തിലെ ഷർട്ട് ഉപയോഗിച്ച് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കടക്കാൻ പറ്റും. മമ പാർവതീപതയേ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.